ഹായ് ഓൾ വെൽക്കം ടു ഷാസ് വേൾഡ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന വഴുതനങ്ങ ഒട്ടും ഇഷ്ടമില്ലാത്തവർക്ക് പോലും നല്ല ഇഷ്ടത്തോടു കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു വഴുതനങ്ങ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു മീഡിയം സൈസുള്ള ഒരു വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് സമയത്ത് വെള്ളത്തിലിട്ട് വെക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റ് ഇട്ടാൽ മതി. അതിനുശേഷം നമുക്കിതൊന്ന് വെള്ളം കളഞ്ഞതിന് ശേഷം ഒന്ന് മസാല പുരട്ടിയെടുക്കാം. അപ്പോൾ ആദ്യം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ നല്ലപോലെ ഇതിലൊന്ന് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇത് മസാല പുരട്ടിയെടുത്തതിന് ശേഷം ഒരുപാട് ടൈം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് അപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ മസാല ഒന്ന് പുരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 2 ട്രിപ്പായിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. പിന്നെ ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് എഴുതി അറിയിക്കുകയും കൂടി ചെയ്യാം. ഇപ്പോൾ ഒരു ട്രിപ്പ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു സൈഡ് ഒന്ന് കുക്കായി വരുന്ന സമയത്ത് നമുക്കിത് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു സൈഡും ഒന്ന് കുക്കായിട്ട് വരണം. 2 സൈഡും ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്ന സമയത്ത് നമുക്കിത് ഈ ഒരു ഓയിലിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഈ ഒരു ഭാഗം കൂടെ ഒന്ന് കുക്കായിട്ട് വരട്ടെ. ഇപ്പോൾ ഈ ഒരു കളറാവുന്ന സമയത്താണ് നമുക്ക് ഈ ഒരു ബ്രിഞ്ചാൾ ഈ ഓയിലിൽ നിന്ന് മാറ്റേണ്ടത്. ഇപ്പോൾ കുക്കായിട്ടുള്ളത് ഞാൻ അതിൽ നിന്ന് മാറ്റാണ്. ബാക്കിയുള്ളത് നമുക്ക് ഒന്നും കൂടി തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് ഈ ഒരു കളറാവുന്ന സമയത്ത് മൊത്തം ഇത് ഓയിലിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഞാനിപ്പോൾ മൊത്തം ഒന്ന് ഫ്രൈ ചെയ്ത് ഈ ഓയിലിൽ നിന്ന് മാറ്റുകയാണ്. എന്നിട്ട് ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതേ ഓയിലെല്ലാം ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് തൈരാണ്. ഞാനൊരു 1.5 കപ്പ് നല്ല കട്ടി തൈരാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് കട്ടല്ലാതെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതധികം പുളിയില്ലാത്ത തൈരാണ്. അതുപോലെ തന്നെ നല്ല കട്ടുള്ള തൈരായതുകൊണ്ട് തന്നെയാണ് ഞാനൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഒരുപാട് കട്ടിയായിട്ട് ഇരിക്കേണ്ട വേസ്റ്റാണ്. അതുപോലെ ഒരുപാട് ലൂസായിട്ട് ആവാനും പാടില്ല. അപ്പം 1.5 കപ്പ് തൈരിലേക്ക് ഞാനൊരു 1/4 കപ്പ് വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും കൂട്ടിട്ട് ഇതേപോലെ നല്ലപോലെ കട്ടൊന്നും ഇല്ലാതെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു വഴുതനങ്ങ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് മൊത്തം ഫ്രൈ ചെയ്ത ആ വഴുതനങ്ങ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊന്ന് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ബ്രിഞ്ചാളും അതുപോലെ തൈരും എല്ലാം കൂടെ ഒന്ന് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വഴുതനങ്ങ ഒക്കെ ആ തൈരിലൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിനിയിപ്പോൾ ഇതൊന്ന് വറവിടണം. അതിനായിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കാം. നല്ല ജീരകം ചെറിയ ജീരകമാണ്, ഇത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചെറിയ ഉള്ളിയാണ്. അപ്പോൾ ഞാനൊരു 4-5 ചെറിയ ഉള്ളി ചെറിയ പീസായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് ഒന്ന് ചെറുതായിട്ട് ഈ ഉള്ളിലേക്കൊന്ന് മൂത്ത് വരണം. ഇനിയിപ്പോൾ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 വറ്റൽ മുളക് ഒന്ന് 2ആയിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കിനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഉള്ളിലേക്കൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ ചില്ലി പൗഡർ ഇട്ട് കൊടുക്കണം. കാശ്മീരി ചില്ലി പൗഡറാണ്, ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓഫ് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കുക, അല്ലാതെ ചിലപ്പോൾ കരിഞ്ഞു പോകും. അപ്പോൾ ആ ചൂടിൽ കിടന്നിട്ട് ഒന്ന് 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി നമുക്കിത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു തൈരിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് വറവിട്ടതും കൂടെ ഇതിലേക്ക് ഒഴിക്കുമ്പോഴാണ് നല്ലൊരു മണം അതുപോലെ നല്ലൊരു ടേസ്റ്റും കൂടെ കിട്ടുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണിത്. അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു തൈരിൽ ഒന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചോറിൻ്റെ ഒക്കെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. ചപ്പാത്തിയുടെ കൂടെ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് എഴുതി അറിയിക്കുകയും കൂടി ചെയ്യുക. അപ്പോൾ നമുക്കിനി ഇതുപോലെ നല്ല റെസിപ്പിയൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.